Hey guys, welcome back മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും ലൈക്ക് അടിച്ച് പോറൊക്കെ നമ്മൾ കിടിലൻ ഇനിയും വീഡിയോ ആയിട്ട് ഇതുപോലെ ഗിവ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഗിവ് ഉണ്ട് മച്ചാമാരെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 പേർക്കാണ് 89 റെഡിയും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ റൂൾസ് എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല മച്ചാമാരെ. നമ്മുടെ വീഡിയോ അത്യാവശ്യം അതായത് ഗൈസ് 4000 പേര് ലൈക്ക് കണ്ടിട്ട് 4000 പേരിൽ 1000 പേര് ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക ഗൈസ്. ഉറപ്പായിട്ടും എന്താ പറയാ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു ലൈക്കും ഒരു കമന്റും ഗൈസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ച് 1K ലേക്കാണ്. 1K ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 5 പേർക്ക് 89 റെഡിയും കോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നാളെയൊക്കെ കിടിലൻ പാക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മച്ചന്മാരെ. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോറി ഒക്കെ ഇടുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടിയതിനെ പറ്റിയാണ് മച്ചന്മാരെ. അപ്പം ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ചൈനീസ് അവൻ അയച്ചു തന്നാണ്. ചൈനീസ് വേർഷനിൽ നമുക്ക് 2 മാസം മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്ക വരികയാണെങ്കിൽ കക്ക പാക്ക് വരികയാണെങ്കിൽ മുമ്പേ പറയണം. അപ്പം എനിക്ക് തോന്നുന്നു ഗൈസ് ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഈറ്റോ അതുപോലെ കാൻഡോണ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ക്രൈഫും കൂടെ ഇപ്പൊ വന്നു. അപ്പൊ മച്ചാമ്മ നിങ്ങൾക്കറിയാം എന്താ കിഡിലിന് അപ്ഡേറ്റിന് മുമ്പ് ഇതുപോലെ കൊനാമി പോയ പാക്കുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയൊരു കാര്യമാണ് നമ്മുടെ കക്കയും ഷെവൻകോയും ചൈനീസ് വേർഷനിൽ വന്നിട്ടുണ്ട്, അവരുടെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ മിക്കവാറും ഇത് റിപ്പീറ്റഡ് ആയിട്ട് പാക്കായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം ഷെവൻകോയും നമ്മുടെ കക്കയും 2 മാസം മുമ്പ് വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിഡേയും ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്നലെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊരു കൺസെപ്റ്റ് ആയിട്ടാണ് വോയിസ് ഹൈലൈറ്റ് ഗോട്ട് നമ്മുടെ റൊണാൾഡോയുടെ മെസ്സിന്റെ ഒരു കാർഡുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഇതുവരെ എപ്പിക്കില്ലാത്ത ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ കുറഞ്ഞ എപ്പിക്കുള്ള ഒരാളായിക്കോട്ടെ, ഏതൊരു ആൾക്കും ബിഗിനർ ആയിക്കോട്ടെ പ്രോ ആയിക്കോട്ടെ, ഞാൻ കുറെ പേരുടെ കണ്ടു. അതായത് നമ്മുടെ റാങ്ക്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന കുറെ ആൾക്കാരിലും ബെസ്റ്റ് എന്താ കർവ് മിക്സ് ആയിട്ടുള്ള കർലർ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ മിക്കേൽ ഗ്രെഗോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ. CF ആണ്. നിങ്ങൾക്ക് ഒരൊറ്റ പൈസ പോലും നിങ്ങൾക്ക് എന്താ പറയാ കൊടുക്കേണ്ട കാര്യമില്ല. വെറും ഫ്രീ GP മാത്രം. നമുക്കറിയാലോ GP ഒക്കെ വെറുതെ തരികയാണ്. അപ്പൊ ആ GP ഉപയോഗിച്ച് നിങ്ങൾക്ക് കിഡിലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കിഡിലൻ എന്താ പറയാ പാക്കുകളുണ്ട്. അതുപോലെ തന്നെ അൺറേറ്റഡ് ആയിട്ടുള്ള കുറെ പാക്കുകൾ. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ പുതിയ മാനേജർ വരാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അർസേന വെംഗർ, മോറിൻഹോ, സർ അലക്സ് ഫെർഗൂസൻ ഇവർ 3 മിക്കവാറും ഈ ഒരു വരുന്ന അപ്ഡേറ്റിൽ ഒന്നുകൂടെ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മോറിൻഹോ അടക്കം ഞാൻ എടുത്തതാണ്, പക്ഷെ ഡബിൾ ബൂസ്റ്റർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു പാക്കിനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു പാക്ക് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഉപമേക്കാനോ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പാക്കാണിത്. തുടങ്ങിയവർക്കൊക്കെ മുമ്പേ കിട്ടിയതാണ്, പക്ഷെ നിങ്ങളാരും കൂടുതലും പേര് ഇത് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റൊഡ്രി ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ കുറെ ഇഷ്ടംമാരി ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. എന്താ പറയാ അതുപോലെ തന്നെ നമ്മുടെ ബ്ലിറ്റ്സ് സ്റ്റാൻഡേർഡ് പ്ലെയറിലുള്ള അത്യാവശ്യം നല്ല കിടലിനായി കളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഗൈസ് നിങ്ങൾ വെറുതെ കളയണ്ട, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു ഡിവിഷൻ മാച്ചൊക്കെ ജസ്റ്റ് കളിച്ചു നോക്കുക. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം സംഭവം ഉണ്ട് ഈ ഒരു പ്ലെയറിനൊക്കെ. അപ്പം എന്താ പറയാ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കാം. ഒരു കിടക്കാച്ചി ആയിട്ടുള്ള പ്ലെയറാണ് എന്തായാലും നമ്മുടെ ഈ ഒരു പാക്കില്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് പവറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈവിന്റെ കാര്യം കഴിച്ച് നെറ്റിന്റെ ഒരു ചെറിയ സീനുണ്ട്. അപ്പം ഞാൻ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് മച്ചാമാരെ. അപ്പോൾ ഇന്ന് എന്തായാലും പരമാവധി ഞാൻ 8 മണിക്ക് വരാൻ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ മച്ചാമാരെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ Q&A ഒക്കെ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ മച്ചാമാരെ എല്ലാവരും ഗിവ് പങ്കെടുക്കുക. അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഓൾറെഡി എന്താ പറയുക കുറച്ച് പ്ലേയേഴ്സിന്റെ അതായത് കിഡിലിനായിട്ട് കളിക്കുന്ന പ്ലേ ഓഫ് ചെയ്യുന്ന നല്ല അടിപൊളി പ്ലേയേഴ്സിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അതായത് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക. നല്ല ഉപകാരപ്പെടുന്ന അത്യാവശ്യം ഒരു പൈസയും മുടക്കണ്ടാത്ത നമ്മുടെ കിഡിലൻ പ്ലേയേഴ്സ് ആണ്. അപ്പം ആ ഒരു പ്ലേയേഴ്സിനെ ഇട്ട് കളിപ്പിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആവട്ടെ ഇതായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.